കോന്നി പയ്യനാമണ്ണിലെ പാറമടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ തൊഴിലാളിയുടെ മൃതദേഹവും പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അജയ് റായിയുടെ മൃതദേഹം സ്ട്രക്ചറിൽ കിടത്തി മുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. വടത്തിൽ ആ സ്ട്രക്ചർ കെട്ടി മുകളിലേക്ക് ഉയർത്താനാണ് ശ്രമം. ദൗത്യം ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഹിറ്റാച്ചിക്കുള്ളിൽ ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അജയ് റായിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ദൗത്യസംഘത്തിലെ 3 പേര് ഇറങ്ങിയാണ് അതിനുള്ളിൽ നിന്ന് പാറക്കഷ്ണങ്ങളെല്ലാം നീക്കി മൃതദേഹം പുറത്തേക്കെടുത്തത്. ഇപ്പോൾ മൃതദേഹം മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജിബിൻ JB അവിടെ തുടരുന്നുണ്ട്. ജിബിൻ, മൃതദേഹം മുകളിലേക്ക് എത്തിച്ചോ? മൃതദേഹം മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ താഴേക്ക് ഇറങ്ങിയ ദൗത്യസംഘം ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തിരികെ മുകളിലേക്ക് ഇപ്പോൾ കയറുകയാണ്. അജയ് റായുടെ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത അജയ് റായുടെ മൃതദേഹം ഈ ബൂം എക്സ്കവേറ്ററിന്റെ ബക്കറ്റിനുള്ളിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത ശേഷം ഇതൊരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് കവർ ചെയ്ത് അത് ബക്കറ്റിന്റെ അകത്താണ് നിലവിലുള്ളത്. ഈ ബക്കറ്റിന്റെ അകത്ത് സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഇത് ഉയർത്തുന്ന സമയത്ത് താഴേക്ക് വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി എടുത്ത ശേഷമാണ് ഇപ്പോൾ ദൗത്യസംഘം ഈ റോപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറുന്നത്. കാരണം ഈ രക്ഷാദൗത്യത്തിനിടയിൽ ബക്കറ്റ് എടുക്കുന്ന സമയത്ത് വലിയൊരു എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ബക്കറ്റ് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷാദൗത്യത്തിലെ 3 അംഗ സംഘവും തിരികെ മുകളിലേക്ക് കയറുന്നത്. ഇവർ കൂടി കയറും. ഇപ്പോൾ 3ാമത്തെ ആൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ ബക്കറ്റിന്റെ അകത്താണ് ഇപ്പോൾ അജയ് റായുടെ മൃതദേഹമുള്ളത്. ഈ ബൂം എക്സ്കവേറ്ററിന്റെ ഈ രക്ഷാദൗത്യത്തിനായി ഇവിടേക്ക് എത്തിച്ച ബൂം എക്സ്കവേറ്ററിന്റെ ബക്കറ്റിനുള്ളിലാണ് അജയ് റായുടെ മൃതദേഹം ബാഗിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ സമീപത്തുണ്ടായിരുന്ന ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിരുന്ന ഒരു ചെറിയ ആംബുലൻസ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കാരണം വലിയ ആംബുലൻസുകളൊന്നും തന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ ആംബുലൻസ് ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു വലിയ ആംബുലൻസ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ആ സ്ഥലത്തേക്കും എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജയ് റായുടെ മൃതദേഹം ഇപ്പോൾ ഈ ബക്കറ്റിലാണ് അജയ് റായുടെ മൃതദേഹം ഉള്ളത്. അത് ഉടൻ തന്നെ മുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു രക്ഷാദൗത്യം ഏറെ സമാധാനമായ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അജയ് റായുടെ മൃതദേഹം പുറത്തെടുക്കാൻ ഈ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നത്. 29 മണിക്കൂർ നീണ്ട ഒരു ദൗത്യമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സമീപകാലങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു രക്ഷാദൗത്യം എന്ന് തന്നെ പറയാൻ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സമാന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ അവിടെ ഒരു താൽക്കാലിക ജോലിക്കാരനായിട്ടുള്ള ജോയി അകപ്പെടുകയും ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലും അന്ന് ഉണ്ടായിരുന്ന അതേ സംഘങ്ങളിൽ പലരും ഈ ഫയർഫോഴ്സിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായി ഇവിടെ ഉണ്ട്. ആ സംഘം അന്ന് നമ്മൾ കണ്ട പല മുഖങ്ങളും ഈ ഒരു ജീവൻ കൂടി ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെയും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇതിന്റെ ഇടയിൽ ഓർക്കുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യ സംഘം താഴേക്ക് ഇറങ്ങി അജയ് റായുടെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ ആ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും അവർ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ഈ റോപ്പ് വഴി മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴിതാ കോന്നി പയ്യനാമണ്ണിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ രണ്ടാമത്തെ തൊഴിലാളിയുടെ മൃതദേഹവും പുറത്തെടുത്തിരിക്കുകയാണ്. അജയ് റായ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹമാണ് പുറത്തെടുത്തിരിക്കുന്നത്. സ്ട്രക്ചറിൽ കിടത്തി ആ സ്ട്രക്ചർ റോപ്പിൽ കെട്ടി മുകളിലേക്ക് ഉയർത്തി ആംബുലൻസിലൂടെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. മൃതദേഹം മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചിക്കുള്ളിൽ ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അജയ് റായുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ജോലി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് അപകടത്തിൽ മരിച്ചവർ. അജയ് റായ് എന്നയാളുടെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തെടുത്തത്. എന്തായാലും മൃതദേഹം മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിബിൻ JB ആണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.